നിങ്ങൾ ഈ സിനിമ കണ്ടപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സ്ക്രീനിൽ കാണുന്ന ഈ കഥാപാത്രങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടേതുകൂടിയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, വീട്ടിലെ പ്രഷർ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ ഫ്യൂച്ചർ മുഴുവൻ ഒരു ബ്ലർ ആയി നിൽക്കുന്ന ആ സമയം. ഇതിനെയാണ് നമ്മൾ വാഴ ഫേസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ തിയേറ്ററിലിരുന്ന് ഇവരെ കണ്ട് ചിരിക്കുമെങ്കിലും സ്ക്രീനിൽ കാണുന്ന ആ കൺഫ്യൂഷൻ പലപ്പോഴും നമ്മുടെ ബെഡ്റൂമുകളിലും ജോലിസ്ഥലങ്ങളിലും ഇന്ന് ആവർത്തിക്കപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആ സിനിമയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു മാറ്റവുമില്ലാതെ ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. ആകെ ഒരു കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഒരു പിടിയുമില്ല. ഇതിന് നമ്മളൊരു ഓമന പേരിട്ട് വിളിക്കും അല്ലേ, വാഴ ലൈഫ്. ആ ഒരു ക്ലാസിക് വാഴ ഫേസ് തന്നെ. അവരുടെ പ്രശ്നവും നമ്മുടെ പ്രശ്നവും വെച്ചു നോക്കിയാലോ, ഒരിടത്ത് സ്റ്റക്കായി പോയ പോലെ. വീട്ടുകാരുടെ പ്രഷർ, ഭാവിയെപ്പറ്റിയൊരു ക്ലാരിറ്റിയില്ല, എല്ലാം സെയിം ടു സെയിം. തലമുറ മാറിയെന്നേ ഉള്ളൂ, പ്രശ്നങ്ങളൊക്കെ അതുതന്നെ. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട് നമുക്കും അവർക്കും തമ്മിൽ. അതെന്താണെന്നല്ലേ? നമ്മുടെ കയ്യിലിന്ന് AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പണ്ടുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഗെയിം ചേഞ്ചർ. അതാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ വാഴ ലൂപ്പിൽ നിന്ന് പുറത്തുവരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആ കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ളതാണ്. AI വെച്ച് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ? ഇതൊന്ന് നോക്കിക്കേ. ഞാനിനി എന്ത് ചെയ്യൂ, എങ്ങോട്ട് പോകും, എനിക്ക് പറ്റിയ പണി ഏതാ? നമ്മളോട് തന്നെ എത്ര തവണ ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യങ്ങളല്ലേ? കരിയറിനെ പറ്റിയും ലൈഫിനെ പറ്റിയും ഒരു ഐഡിയയും ഇല്ലാത്ത ഈയൊരവസ്ഥ. ഇതാണ് നമ്മളെ ആ ലൂപ്പിൽ പിടിച്ചു നിർത്തുന്ന മെയിൻ വില്ലൻ. അപ്പോ AI എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, AI നമുക്ക് നേരെ ഒരു ഉത്തരം തരില്ല. നീ ഇന്ന ജോലിക്ക് പോകൂ എന്ന് പറയില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം, നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ്, എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെപ്പറ്റിയൊക്കെ ഒരു വ്യക്തത തരാൻ AIക്ക് പറ്റും. ആ ഒരു ഡയറക്ഷൻ കിട്ടാനായിട്ടുള്ളൊരു സൂപ്പർ ടൂളാണിത്. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് വെക്കാം. ഇനി അടുത്ത കടമ്പ എന്താ? ജോലി കണ്ടുപിടിക്കണം. പ്രിപ്പയർഡ് അല്ലാന്ന് തോന്നുമ്പോഴുള്ള ആ ഒരു ജോലി തപ്പൽ, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. AI ഇല്ലാതെയുള്ള ജോബ് സെർച്ച് എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പക്ഷേ AI കൂടെയുണ്ടെങ്കിലോ? അതൊരു സ്മാർട്ട് വർക്കാണ്, ഒരു സ്ട്രാറ്റജിയാണ്, വെറും ഭാഗ്യപരീക്ഷണമല്ല. എങ്ങനെയെന്നല്ലേ? നല്ലൊരു റെസ്യൂമേ ഉണ്ടാക്കണോ? മിനിറ്റുകൾക്കുള്ളിൽ AI സെറ്റാക്കി തരും. ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണോ? AI ഉണ്ട്. എന്തിന്? ഒരു പ്രൊഫഷണൽ ഇമെയിൽ എഴുതാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടാറില്ലേ? ടൈപ്പ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, വീണ്ടും ടൈപ്പ് ചെയ്യും. ആ കൺഫ്യൂഷനൊക്കെ AI തീർത്തു തരും. അടുത്തത്, എനിക്ക് തോന്നുന്നു AIയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ്: പുതിയ സ്കിൽസ് പഠിക്കുക എന്നുള്ളത്. അതും എപ്പോ വേണമെങ്കിലും എവിടെയിരുന്നും. ഒന്നാലോചിച്ചു നോക്കിയേ, പണ്ടൊക്കെ ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ്സിൽ പോണം, ഒരു ടീച്ചർ വേണം, ഡൗട്ട് ചോദിക്കണമെങ്കിൽ തന്നെ അവരുടെ സമയം നോക്കണം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. AI എന്ന് പറയുന്നത് 24/7 നമ്മുടെ കൂടെയുള്ള ഒരു പേഴ്സണൽ ട്യൂട്ടറെ പോലെയാണ്. എന്ത് സംശയം എപ്പോ വേണമെങ്കിലും ചോദിക്കാം, അപ്പൊ തന്നെ ഉത്തരം കിട്ടും. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. പുതിയ റൂൾ ഇതാണ്: പഠിക്കുന്നതിന്റെ കൂടെ തന്നെ സമ്പാദിക്കാം. ലേൺ ആൻഡ് ഏൺ. പണ്ടത്തെ പോലെ പഠിത്തം മുഴുവൻ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ പറ്റും? AI ഉപയോഗിച്ച് ചെറിയ ചെറിയ ഫ്രീലാൻസിംഗ് പ്രോജക്റ്റുകൾ കണ്ടുപിടിക്കാം. ഓൺലൈനായി ചെയ്യാൻ പറ്റുന്ന ജോലികൾ കിട്ടും. അപ്പൊ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു വശത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, മറുവശത്ത് അത് വെച്ച് ചെറിയ വരുമാനമുണ്ടാക്കുന്നു. സ്കില്ലും കൂടും, കാശും കിട്ടും. ഓക്കെ, അപ്പോ ഇത്രയും സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? വെറുതെ അറിഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ടത് കൃത്യമായ ഒരു പ്ലാനാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും സ്റ്റക്കായി പോകുന്നതിന്റെ പ്രധാന കാരണം പ്ലാനിംഗ് ഇല്ലാത്തതാണ്. ആ ഒരു നാളെ തുടങ്ങാം എന്ന ചിന്ത, ആ ലൂപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോ ഈ പ്ലാനിങ്ങിനും AIയെ ഉപയോഗിക്കാം, നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ. വെറും 4 സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്, ആ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കി തരാൻ AIയോട് ചോദിക്കുക. മൂന്നാമത്, ആ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് സെറ്റ് ചെയ്യുക. നാലാമത്, നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. ഇത്രയുള്ളൂ. ലൈഫ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു റിയാലിറ്റി ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, AI ഒരു മാന്ത്രിക വടിയല്ല, അതൊരു ടൂൾ മാത്രമാണ്, ഒരു സപ്പോർട്ട് സിസ്റ്റം. അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ടൂൾ എടുത്ത് പണിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഈ ടൂളിനെ അവഗണിച്ച് പഴയപടി തന്നെ നിൽക്കാം, ഒരു മാറ്റവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ച് പതുക്കെയാണെങ്കിലും മുന്നോട്ടു പോകാം, ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് എങ്കിലും ഉണ്ടാവും. കരിയറിലെ ഏറ്റവും വലിയ വില്ലൻ ക്ലാരിറ്റി പാരാലിസിസ് ആണ്.
ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നറിയാതെ മാസങ്ങളോളം ആലോചിച്ച് സമയം കളയുന്ന അവസ്ഥ. നിങ്ങൾ ChatGPT പോലുള്ള ടൂൾസിനോട് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെറുമൊരു മറുപടി നൽകുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ താൽപ്പര്യങ്ങളെയും സ്കിൽസിനെയും ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യമായൊരു പ്ലാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. അടുത്ത കടമ്പ ജോലി കണ്ടെത്തുക എന്നതാണ്. മോശം റെസ്യൂമെകളും ഇന്റർവ്യൂ നേരിടാനുള്ള പേടിയും കാരണം പലരും ഈ പ്രോസസ്സ് തന്നെ വേണ്ടെന്ന് വയ്ക്കും. മുമ്പ് ദിവസങ്ങളെടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് AI നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു തരും. ഒരു ഫണൽ പോലെ നിങ്ങളുടെ സ്കിൽസിനെ ക്രോഡീകരിച്ച് കൃത്യമായ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ഇതിന് സാധിക്കും. അതോടെ ജോലി അന്വേഷണം ഒരു ഭാഗ്യപരീക്ഷണമല്ലാതെ മാറുന്നു. കൂടുതൽ ആപ്ലിക്കേഷനുകൾ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തുന്നതോടെ നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് വർദ്ധിക്കുന്നു. പലർക്കും കരിയറിൽ തടസ്സമാകുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു പ്രൊഫഷണൽ ഇമെയിൽ അയക്കാനോ മെസ്സേജ് ടൈപ്പ് ചെയ്യാനോ ഉള്ള പേടി കാരണം പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. AI കൂടെയുള്ളപ്പോൾ ഈ മടി ആവശ്യമില്ല. നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രൊഫഷണലായി ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഓരോ മടിയെയും ആത്മവിശ്വാസമുള്ള ആക്ഷനരാക്കി മാറ്റുകയാണ് ഈ ടൂളുകൾ ചെയ്യുന്നത്. നാളെ ചെയ്യാം എന്ന വാക്ക് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു ഡയറക്ഷൻ ഇല്ലാത്തപ്പോൾ ഈ ലൂപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ AI ഉപയോഗിച്ച് ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ഷെഡ്യൂളോ ഗോൾ ട്രാക്കിംഗ് സിസ്റ്റമോ ഉണ്ടാക്കാം. താറുമാറായി കിടക്കുന്ന നിങ്ങളുടെ ദിവസങ്ങളെ ഒരു ഓർഗനൈസ്ഡ് ഗ്രിഡിലേക്ക് മാറ്റാൻ ഇതിന് കഴിയും. ഇന്ന് ലോകം നൽകുന്ന ഏറ്റവും വലിയ സൗകര്യം എവിടെയും ഇരുന്ന് എന്തും പഠിക്കാമെന്നതാണ്. ഒരു കോഡിംഗ് ലാംഗ്വേജോ പുതിയൊരു സ്കില്ലോ പഠിക്കാൻ നിങ്ങൾക്കൊരു ടീച്ചറെ കാത്തിരിക്കേണ്ടതില്ല. 24 മണിക്കൂറും കൂടെയുള്ളൊരു ട്യൂട്ടറെ പോലെ സംശയങ്ങൾ തീർക്കാൻ AI സഹായിക്കും. ഇങ്ങനെ വേഗത്തിൽ പഠിച്ചെടുക്കുന്ന സ്കിൽസ് ഉപയോഗിച്ച് ഫ്രീലാൻസിംഗ് വഴിയോ ഓൺലൈൻ പ്രോജക്റ്റുകൾ വഴിയോ വരുമാനമുണ്ടാക്കാൻ തുടങ്ങാം. മുമ്പത്തെ പോലെ വർഷങ്ങളോളം പഠിച്ച ശേഷം ജോലി കിട്ടാൻ കാത്തിരിക്കേണ്ടതില്ല. പഠിക്കുന്നതിനൊപ്പം തന്നെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും സമ്പാദിക്കാനും എന്ന് സാധിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഫോണിൽ ഒരു AI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് മാത്രം ജീവിതം മാറില്ല. സ്മാർട്ട് ഫോണിലെ ഒരു ആപ്പിന് നമ്മുടെ കരിയർ മൊത്തം റീബൂട്ട് ചെയ്യാൻ കഴിയുന്ന ഈ കാലത്ത് അത് ഉപയോഗിക്കാതെ മാറി നിൽക്കുന്നത് പരാജയത്തെ സ്വയം വരിക്കുന്നതിന് തുല്യമാണ്. AI എന്നത് നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന ഒരു മാന്ത്രിക വഴിയല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 10 ഇരട്ടി വേഗത നൽകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. അവസരങ്ങൾ ഇന്ന് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി മുന്നോട്ടു പോകണോ അതോ പഴയതുപോലെ തുടരണോ എന്നത് നിങ്ങൾ ഈ ടൂൾസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. AI ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങണോ അതോ ആ പഴയ വാഴ മോഡിൽ തന്നെ തുടരണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ശരിക്കും ലക്കിയാണ്. കാരണം മുൻ തലമുറയിലുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരവസരമാണ്, ഒരു ടൂളാണ് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കാൻ പോവുകയാണോ? ഒരു AI യൂസർ ആകാൻ പോവുകയാണോ? അതോ ആ പഴയ വാഴമോഡിൽ തന്നെ സ്റ്റക്കായി തുടരാനാണോ പ്ലാൻ? ചോയ്സ് അത് നിങ്ങളുടേതാണ്.